ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത്, ഈ ഒരു ലക്ഷണം നെറ്റിയിൽ കണ്ടു കഴിഞ്ഞാൽ അവർ ശിവഭഗവാന്റെ അനുഗ്രഹം ഉള്ളവരാണ്. അവർക്ക് ശിവഭഗവാന്റെ അനുഗ്രഹം ഉള്ളവർക്ക് നെറ്റിയിൽ കാണുന്ന ഒരു ലക്ഷണമാണ് ഞാൻ പറയുന്നത്. അതോടൊപ്പം നമ്മളൊരു ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ശിവഭഗവാന്റെ അനുഗ്രഹമുള്ളവർക്ക് കാണിക്കുന്ന ചില ലക്ഷണങ്ങൾ അതും പറയുന്നുണ്ട്. പിന്നെ സ്വപ്നങ്ങൾ, എല്ലാ സ്വപ്നങ്ങൾക്കും അതും കാര്യമൊന്നുമില്ല, പക്ഷെ ചില സ്വപ്നങ്ങൾ ജീവിതത്തിലെ ചില സൂചനകളാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. അതുകൊണ്ട് വീഡിയോ മുഴുവൻ കാണണം, ഇത് മിസ് ചെയ്യരുത്. ഇത് കാണാതെ പോയാൽ വലിയൊരു നഷ്ടം തന്നെയാണ്. അപ്പോൾ അത് മുഴുവൻ കാണാൻ ശ്രമിക്കുക. ഏതൊരാളുടെയും ജീവിതത്തിൽ ഏറ്റവും പ്രയോജനപ്പെടുന്ന കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതെല്ലാം ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പായിട്ടൊരു കാര്യം പറയാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില, ഇതൊക്കെയാണ് ഞാൻ വിശകലനം ചെയ്യുന്നത്. ചെയ്യാൻ താല്പര്യമുള്ളൊരു വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. പറ്റുന്നവർക്ക്, എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല, കാരണം ഒരുപാട് മെസ്സേജുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമാണ്. പറ്റുന്നവർക്ക് റിപ്ലൈ ചെയ്യും. എങ്ങനെ ചെയ്യുന്നതെന്ന് ആദ്യം പറയും. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. അത് ചെയ്യുന്ന രീതി പറയും. ക്ഷേത്രത്തിൽ പോയി ചെയ്യാവുന്ന നല്ല കാര്യങ്ങളെ പറയാറുള്ളൂ, ഏതൊരു സാധാരണക്കാരനും ചെയ്യുന്ന. അപ്പം അത് ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും. അതുപോലെ നമ്മൾ കൊടുക്കേണ്ട ഒരു വിശ്വാസമുണ്ട്. പിന്നെ നമ്മൾ പ്രവർത്തിക്കേണ്ടിയും കൂടി വരും. ഇത്രയും കാര്യം പറഞ്ഞിട്ട് ഞാൻ ആവശ്യമുള്ളവർ വർക്ക് എടുക്കത്തുള്ളൂ, അല്ലാത്തവരുടെ എടുക്കത്തില്ല. അപ്പോൾ ആവശ്യമുള്ളവർ ചെയ്യുക. ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന നല്ലത് മാത്രം ഉണ്ടാകുന്ന ലളിതമായ, നല്ല ക്ഷേത്രത്തിലേക്ക് ചെയ്യാവുന്ന ലളിതമായ വഴിപാടുകളും സ്വയം ചൊല്ലാവുന്ന മന്ത്രങ്ങളും, ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, വിളിക്കേണ്ട ദേവത, പിന്നെ ഞാൻ പറയുന്ന ശരനൂൽ രഹസ്യം വേറെ ആരും പറഞ്ഞു തരത്തില്ല. ശിവരഹസ്യങ്ങൾ, ഭദ്രകാളിയുടെ ചില വിദ്യകൾ, എല്ലാം നല്ല കാര്യങ്ങൾ, അത് വേറെ ആരും പറയത്തില്ല. അപ്പം അങ്ങനെയുള്ള ചില കാര്യങ്ങൾ വീഡിയോ കാണുന്നവർക്കറിയാം. അവിടെ നല്ല കാര്യങ്ങളാണ് പറയുന്നത്. ആവശ്യമുള്ളവർ ചെയ്യുക, അല്ലാത്തവർ ചെയ്യാതിരിക്കുക. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഫ്രീ ആകാറേ ഇല്ല. അതുകൊണ്ടാണ്, അല്ലാതെ മറ്റു കാര്യങ്ങൾ കൊണ്ടല്ല. അതുകൊണ്ട് വാട്സപ്പിൽ ഇടുക. ഫ്രീ ആകുന്നവർക്ക് റിപ്ലൈ തരും. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാനിന്ന് പറയാൻ പോകുന്ന കാര്യം എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപാട് ഗുണം തരുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നെറ്റിയിൽ ഒരു ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ശിവഭഗവാന്റെ അനുഗ്രഹം ഉള്ളവരാണ്, ഉറപ്പാണ്. ആ ലക്ഷണത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ക്ഷേത്രത്തിൽ ചൊല്ലുമ്പോഴും ചില ലക്ഷണങ്ങൾ കാണും. അവരും ഭഗവാന്റെ അനുഗ്രഹം ഉള്ളവരാണ്, അല്ലെ ഭഗവതിയുടെ അനുഗ്രഹം ഉള്ളവരാണ്. ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും കാണിക്കുന്ന ചില ലക്ഷണങ്ങളുണ്ട്. ചില ആളുകൾ ചെല്ലുമ്പോൾ അവർക്ക് ആ ദൈവാനുഗ്രഹം ഒന്നുകിൽ ഉള്ളവരാണ്, അല്ലെ ഉണ്ടായി തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ സ്വപ്നങ്ങൾ, ചില സ്വപ്ന ദർശനങ്ങളുടെ, സ്വപ്നത്തിൽ കാണുന്ന ചില കാര്യങ്ങളുടെ പ്രത്യേകതകളെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. മുഴുവൻ കാണാൻ ശ്രമിക്കുക. അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. ഞാൻ എല്ലാ പ്രാവശ്യവും പൂജയുടെ സമയത്ത് ഞാൻ ചക്കുളത്താവിൽ ഒരു ദിവസമെങ്കിലും പോകാറുണ്ട്. ഞാൻ ഒരു വൈകുന്നപാടായിരിക്കും പോകുന്നത്. പോയിട്ട് കുറച്ച് സമയം അവിടെ ചിലവഴിക്കും, എന്നിട്ട് ഇങ്ങ് പോരും. അപ്പോൾ ഞാൻ പാൻറ്റ് ഇടുന്ന ആളാണ്. അത് പഠിക്കുന്ന കാലം തൊട്ട് എനിക്ക് എൻ്റെ ഒരു രീതി അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ചക്കുളത്താമ്പലത്തൊക്കെ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പോലും ചിലപ്പോഴും എന്നെ പെട്ടെന്ന് അവർക്ക് അറിയാനും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് പോരുകയും ചെയ്യാം. ആരെങ്കിലും അറിയാവുന്നവർ കണ്ടു കഴിഞ്ഞാൽ എന്നോട് എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ സത്യസന്ധമായിട്ട് അത് പറഞ്ഞിട്ടേ അവിടുന്ന് പോരത്തുള്ളൂ. അപ്പോൾ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് പ്രത്യേകിച്ച് ആളുകളൊന്നും അറിയാറില്ല നമ്മുടെ വീഡിയോ കാണുന്നവർ. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് പോരുകയും ചെയ്യും. അപ്പോൾ എല്ലാം ഒരു ദൈവാനുഗ്രഹം. അപ്പോൾ ഞാൻ ഇന്നലെ മഹാനവമിയുടെ അന്ന് ഞാൻ ചക്കുളത്താവിൽ പോയി. നമ്മൾ പോകുന്നതും വരുന്നതൊന്നും ആരും അറിയാറില്ല. നമ്മളെന്തിനാ ഈശ്വരനെ തൊഴാൻ പോകുന്നു, അത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ എപ്പോഴും ശിവനാമം ജപിച്ചുകൊണ്ടിരിക്കുകയല്ലേ നമ്മുടെ ശ്വാസം. ഭഗവാനല്ലേ എല്ലാം, നമുക്ക് വേറൊന്നുമില്ലല്ലോ. അപ്പം ഞാനവിടെ ചെന്ന് ചക്കുളത്താവിൽ ചെന്ന് തൊഴുത്, ദേവിയെ തൊഴുത്, അകത്ത് കയറി തൊഴുത് കഴിഞ്ഞ് വെളിയിൽ പ്രദക്ഷിണം വെച്ച്, ഹനുമാൻ സ്വാമിയൊക്കെ പ്രദക്ഷിണം വെച്ച് വന്ന് ദുർഗാദേവിയുടെ അവിടെ വന്ന് ദുർഗാദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദുർഗേ എന്തോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, എന്നിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ അങ്ങോട്ട് പ്രദക്ഷിണ വഴിയിൽ ഒരുങ്ങിയപ്പോൾ, അതായത് ശിവഭഗവാന്റെ അടുത്തോട്ട് പോകാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ ചക്കുളത്താവിലെ
മുഖ്യ കാര്യദർശിയായ, അതായത് ദേവിയുടെ അനുഗ്രഹം കിട്ടിയ രാധാകൃഷ്ണൻ നമ്പൂതിരി എൻ്റെ പ്രദക്ഷിണ വഴിയിലേക്ക് കയറി വന്നു. യാദൃശ്യമായിട്ട് സംഭവിച്ചതാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ കണ്ടു, തൊഴുതു, അദ്ദേഹവും വിഷ് ചെയ്തു, തൊഴുതു. അപ്പോൾ ഞാൻ അദ്ദേഹം എന്നോട് ചോദിച്ചു, അപ്പോൾ ശിവൻ്റെ നടയിലയുടെ മുന്നിൽ വെച്ചാണ് ഈ സംഭവം. ആ ചുറ്റമ്പലത്തിന് പ്രദക്ഷിണം ചെയ്തു വരുമ്പോൾ ശിവൻ്റെ നടയുടെ മുന്നിൽ വെച്ച് ശിവനെ തൊഴുതില്ല. തൊഴുന്നതിന് മുമ്പാണ് ഇദ്ദേഹം പ്രദക്ഷിണ വഴിയിലേക്ക് കയറി വരുന്നു. അവിടെ എന്നോട് ചോദിച്ചു എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു. എന്നെ അദ്ദേഹത്തിന് അറിയത്തില്ല, എൻ്റെ വീഡിയോ ചാനലൊന്നും അദ്ദേഹം കാണത്തില്ല, എന്നെ അറിയുന്നുമില്ല. അത് അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു എവിടെ നിന്നാണ് വരുന്നത്. ഞാൻ പറഞ്ഞു ചങ്ങനാശ്ശേരിയാണ്. ശരിക്കും പറഞ്ഞാൽ നാലുകുടി എന്നാണ് എൻ്റെ സ്ഥലം. എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആസ്ട്രോളജി ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇദ്ദേഹത്തെ ഞങ്ങളുടെ അടുത്തൊരു പുത്തങ്കാവ് എന്നൊരു അമ്പലത്തിൽ പൊങ്കാലയ്ക്ക് വന്നപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് അത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുണ്ട്, പിന്നെ ഇപ്പോഴാണ് കാണുന്നത്. അപ്പോൾ ഇദ്ദേഹത്തെ എനിക്കറിയാം, അദ്ദേഹം ദേവിയുടെ അനുഗ്രഹമുള്ളൊരു വ്യക്തി തന്നെയാണ്. അപ്പം ഞാൻ ഇദ്ദേഹം പുത്തങ്കാവ് അമ്പലത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് വരുമ്പോൾ, പൊങ്കാല ഉദ്ഘാടനം ചെയ്യാൻ വരുമ്പോൾ, ഞാൻ ആ സമയത്ത് സൗന്ദര്യ ലഹരിയിലെ ശ്ലോകത്തെ ഉപാസിച്ച് നടക്കുന്നൊരു കാലമായിരുന്നു. ജപോജൽപ ശില്പം സകലമഭിമുദ്രാവിരചന ഗതി പ്രാദക്ഷിണ്യ ക്രമണവശനാദ്യാഹൂതി വിധി പ്രണാമ സംവേശ സുഖമകലമാത്മാർപ്പണ ദർശ പര്യാസ്വ ഭൗതയന്മേലസുതം. ഇത് ജപിച്ച് ഇങ്ങനെ ദേവിയെ ഉപാസിച്ച് നടക്കുന്ന കാലം. അപ്പോൾ ഇദ്ദേഹം വന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം പറഞ്ഞു. പുത്തങ്കാമ്പലത്തിൽ വന്നു ഈ ശ്രീ രാധാകൃഷ്ണൻ നമ്പൂതിരി ദേവിയുടെ അനുഗ്രഹമുള്ള പുണ്യാത്മാവ് അദ്ദേഹം പൊങ്കാല ഉദ്ഘാടനം ചെയ്തപ്പോൾ ഞാനവിടെ ഇങ്ങനെ മാറിയും തൊഴുത് ഞാൻ മനസ്സിൽ പറഞ്ഞു, അമ്മയുടെ ഗുണഗണങ്ങളെ 1000 നാവുള്ള അനന്തന് പോലും വർണ്ണിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് മനസ്സിൽ പറഞ്ഞപ്പോൾ തൊട്ടടുത്ത നിമിഷം ആ വാചകം ഈ രാധാകൃഷ്ണൻ നമ്പൂതിരി മൈക്കിൽ കൂടെ പറയുകയാണ്. അപ്പോൾ എനിക്ക് വലിയൊരു അതിശയമായിട്ട് തോന്നി. ഞാൻ മനസ്സിൽ പറഞ്ഞ കാര്യം പുള്ളി മൈക്കിൽ കൂടെ പറയുകയാണ്. പുത്തങ്കാവുമ്പലത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ പിന്നെ അദ്ദേഹം അങ്ങ് പോയി, ഞാൻ സംസാരിക്കാനൊന്നും പറ്റിയില്ല, നമ്മൾ പഠിക്കുന്ന കാലമാണ്. ഇന്നലെ അദ്ദേഹത്തെ കണ്ടപ്പം എനിക്ക് ദേവിയുടെ സാന്നിധ്യം തന്നെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. കാരണം എൻ്റെ ശ്വാസം മുഴുവൻ ശിവനെ ജപിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയല്ല. ദേവി ഉപാസകനും കൂടിയാണ് ഞാൻ 8 കൊല്ലം ദേവിയെ ഉപാസിച്ച ശേഷമാണ് ശിവനിലേക്ക് വന്നത്. ഇപ്പോഴും ദേവിയെ വിളിക്കുന്നുണ്ട്, ദേവി ഇല്ലാതെ ഒന്നുമില്ല. പിന്നെ ശിവഭഗവാന്റെ നാമം ഓരോ ശാസ്ത്രത്തിലും ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. അതെല്ലാം ദേവിയുടെ ഒരു നിയോഗം, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടും കൂടെ ആ പ്രദക്ഷിണ വഴിയിലെ ആ പോയിന്റ് കണക്റ്റ് ആകത്തില്ല. ഇനി പുള്ളിയെ ജീവിതത്തിൽ ഞാൻ കാണുമെന്നും എനിക്കറിയത്തില്ല. കാരണം ഞാൻ അങ്ങനെ ഒരു ആ യോഗ പ്രാണായാമമൊക്കെ ആയിട്ട് എൻ്റേതായ ലോകത്ത് അങ്ങനെ മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ്. ഞാനങ്ങനെ അധികം അങ്ങനെ ആൾക്കൂട്ടത്തിലേക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയല്ല എൻ്റെ ഒരു രീതി. നമ്മളാ ഉള്ളിൽ ആ ശിവത്തിൽ ലയിച്ച് നമ്മൾക്കറിയാവുന്ന കാര്യങ്ങൾ എന്നെ കാണേണ്ടവർ ചിലപ്പോൾ ഇവിടെ വരും, അതിനും ചിലപ്പോൾ സമയം കിട്ടാറില്ല. അങ്ങനെ ആ ഒരു രീതിയിൽ പോകുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് നീ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഞാൻ കാണുമെന്ന് അറിയത്തില്ല. ആയാലും കണ്ടതൊരു വലിയ ധന്യമുഹൂർത്തമായിട്ട് ഞാൻ കാണുന്നു. അദ്ദേഹത്തെ കണ്ടപ്പോൾ ആ ദേവിയുടെ സാന്നിധ്യം തന്നെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. പിന്നെ ഞങ്ങൾ മറ്റു കാര്യങ്ങളൊന്നുമല്ല സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ ചില പേഴ്സണലായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു, ചില ആരോഗ്യപരമായ കാര്യങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ പറഞ്ഞു. ഏതായാലും എല്ലാം മാറി അദ്ദേഹം റിക്കവറി ആയിട്ട് വന്നു. ഞാൻ പറഞ്ഞു വളരെ സന്തോഷം, ദേവി അദ്ദേഹത്തെ കണ്ടതിൽ സന്തോഷം, എല്ലാം തൊഴുത് ഞാനിങ്ങ് പോകുന്നു. അപ്പോൾ അതൊരു ജീവിതത്തിലെ ധന്യ മുഹൂർത്തമായിട്ട് ഞാൻ കാണുന്നു. ഇതൊക്കെ ഈശ്വരൻ നിശ്ചയിക്കുന്ന കാര്യങ്ങളാണ്. ഇന്ന ആളുകൾ തമ്മിൽ കാണണം, ഇതൊക്കെ ഈശ്വരൻ നിശ്ചയിക്കുന്ന കാര്യങ്ങളാണ്. എല്ലാത്തിനും ദേവിക്ക് നന്ദി. ദേവിയുടെ നിശ്ചയമായിരുന്നു അത്, അല്ലെങ്കിൽ ഒരിക്കലും ഞങ്ങളങ്ങനെ കാണത്തില്ല. എല്ലാത്തിനും ഒരു ധന്യമുഹൂർത്തമായിട്ട് കാണുന്നു. നിങ്ങളുമായിട്ട് സന്തോഷം പങ്കുവെച്ചതേ ഉള്ളൂ. ഇനിയും വീഡിയോയിലേക്ക് വരിക. അപ്പോൾ നെറ്റിയുടെ ഈ രണ്ട് പുരികത്തിന് മധ്യത്ത് നമ്മുടെ ചൂണ്ടുവിരൽ തന്നെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, കണ്ടല്ലോ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നെറ്റിയുടെ 2 പുരികത്തിനും മധ്യത്തിൽ ചൂണ്ടുവിരൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ ചൂണ്ടുവിരലിന് മുകളിലുള്ള ഭാഗത്ത് ഒരു നേർരേഖ കാണുക. അത് ചെറുതോ വലുതോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അടയാളങ്ങളോ ചിഹ്നങ്ങളോ കാണുക. ഇങ്ങനെയുള്ളവർ ശിവഭഗവാന്റെ അനുഗ്രഹമുള്ളവരാണ്. അവർക്ക് ഭഗവാന്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടാൻ യോഗമുള്ളവരാണ്. ഒന്നുകൂടെ പറഞ്ഞു തരാം, ഇത് ഇനി മൊത്തം കാണണം കേട്ടോ. കുറച്ച് കാര്യങ്ങളിലൂടെ പറയുന്നുണ്ട്, അതുകൂടെ കണ്ടിട്ട് മനസ്സിലാക്കണം. അല്ല ഒറ്റ മൂലം കണ്ടിട്ട് പോകരുത് കേട്ടോ, എന്നാലേ പൂർണ്ണമാകത്തുള്ളൂ. ഇത് കണ്ടോ, ഈ പുരികത്തിൻ്റെ മധ്യത്തിൽ നിങ്ങളിങ്ങനെ ചൂണ്ടുവിരൽ തന്നെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്താ ഈ ഭാഗത്തിൻ്റെ പ്രത്യേകത? എന്താ, ഇവിടെയാണ്
ഭ്രൂമധ്യം എന്ന് വെച്ചാൽ അകത്തേക്ക് ആണ്. ഇങ്ങനെ ഒരു വര വരച്ചാലും ഇങ്ങനെ ഒരു വര വരച്ചാലും നാലും കൂടുന്ന ഒരു ജംഗ്ഷനിലാണ് ഭ്രൂമധ്യം. അതൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് പോട്ടെ, നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് അറിവിന് വേണ്ടി പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വിരൽ വെച്ച് കഴിഞ്ഞാൽ ഈ വിരലിൻ്റെ മുകളിലായിട്ടെന്ന് പറഞ്ഞാൽ മുകളിലായിട്ട് ഒരല്പം മുകളിലായിട്ട്, ഒരുപാട് മുകളിലായിട്ട് എന്നല്ല, ഒരു കുറച്ച് മുകളിലായിട്ട് നെറ്റിയുടെ ഏകദേശം മധ്യം കണ്ട് ഏകദേശം മധ്യത്തിലായിട്ട് ഒരു നേർരേഖ ചെറുതോ വലുതോ കാണുക, അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും അടയാളങ്ങൾ കാണുക. എന്ത് കണ്ടാലും ഭഗവാന്റെ അനുഗ്രഹം ഉള്ളവരാണ്, ആത്മീയമായ അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ യോഗമുള്ളവരാണ്. അതൊരു ഒരു 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 പെക്യുലാരിറ്റിയാണ്, ഒരു പ്രത്യേകതയാണ്. ആത്മീയമായ ഒരു പ്രത്യേക അനുഗ്രഹത്തിൻ്റെ, ശിവഭഗവാന്റെ ഒരു അനുഗ്രഹം, ആത്മീയ അനുഗ്രഹങ്ങൾ ഉള്ളവർ തന്നെയാണ്. ഇനിയും ഈ ഏത് ചിഹ്നം, ഏതടയാളം കണ്ടാലും മതി, ചെറിയ രേഖയോ ചെറിയ നേർരേഖയോ വലിയ നേർരേഖയോ അല്ലെങ്കിൽ എന്തെങ്കിലും അടയാളം, ഈ പുരികമധ്യത്തിൽ ഒരു വിരൽ വെച്ചാൽ അതിൻ്റെ മുകളിലായിട്ട് ഏകദേശം നെറ്റിയുടെ മധ്യത്തിലായിട്ടോ ഏകദേശം നെറ്റിയുടെ മധ്യത്തിലായിട്ട് ഒരു നേർരേഖ കാണുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അടയാളങ്ങൾ കാണുക, അല്ലെങ്കിൽ ചെറിയ രേഖ കാണുക, വലിയ രേഖ കാണുക, ചിലപ്പോൾ വേറെ ചില അടയാളങ്ങളായിരിക്കും. എന്തായാലും അവർ ഭഗവാന്റെ അനുഗ്രഹമുള്ളവരാണ്, ശിവഭഗവാന്റെ. ഇത് മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു ക്ഷേത്രത്തിൽ ചൊല്ലുമ്പോൾ, ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ശിവക്ഷേത്രത്തിൽ പോയി, മിക്കവാറും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. തിരുമല ശിവക്ഷേത്രം, അതായത് പെരുന്ന അമ്പലത്തിൻ്റെ അടുത്ത് പോകുമ്പോൾ തിരുമല ശിവക്ഷേത്രം, അവിടെ എനിക്ക് പ്രസാദം തന്നപ്പോൾ ആ കൂവളത്തില എൻ്റെ മുന്നിലോട്ട് കാലിലോട്ട് തന്നെ വീണു, കാലിൻ്റെ മുന്നിലേക്ക് വീണു. ഇതൊരു ലക്ഷണമാണ്. ഇത് ഭഗവാന്റെ അനുഗ്രഹമുള്ളവർക്ക് അത് സംഭവിക്കും. അപ്പം നിങ്ങളാണേലും ശിവക്ഷേത്രമെന്നല്ല, ഏത് ക്ഷേത്രത്തിൽ പോയാലും പ്രസാദം തരുമ്പോൾ അതിൽ നിന്നൊരു പൂവ് നിങ്ങൾ മനഃപൂർവ്വമല്ല, ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ മുന്നിൽ താഴെ വീഴുക. അതൊരു അനുഗ്രഹത്തിൻ്റെ ലക്ഷണമാണ്. കാരണം ഭഗവാന്റെ മുന്നിൽ വെച്ച് അത് വീഴുന്നത്, അതൊരു അനുഗ്രഹത്തിൻ്റെ ലക്ഷണമാണ്. നിങ്ങൾ അനുഗ്രഹമുള്ളൊരു വ്യക്തി തന്നെയാണ്. പിന്നെ ഒരു ക്ഷേത്രത്തിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ ഒന്നുകിൽ മണിനാഥം കേൾക്കുക. മണിനാഥത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? മണിനാഥത്തിന് കുറേ രഹസ്യങ്ങളുണ്ട്. അതായത് അവയർനെസ്സാണ്, ബോധമാണ്. ഇപ്പോൾ ഈ നമ്മൾ മണിനാഥം കേൾക്കുമ്പോൾ നമ്മൾ ആ പ്രസൻറ്റ് ടൈമിലേക്ക് വരും. നമ്മളെന്ത് പഴയ കാലങ്ങളോ അല്ലെ ഭാവിയിലെ കാര്യങ്ങളോ ചിന്തിക്കുകയാണെങ്കിൽ പോലും മണിനാഥം കേൾക്കുമ്പോൾ ഏതൊരു വ്യക്തി ഞെട്ടലോടെ ആ ഒരു പ്രസൻറ്റ് ടൈമിലേക്ക് വരും. ആ പ്രസൻറ്റ് മൂമെൻ്റാണ് ഈശ്വരൻ. ആ പ്രസൻറ്റ് ടൈമാണ് നിങ്ങൾ. ആ പ്രസൻറ്റ് ടൈമിലാണ് ശരിക്കും ബോധം നമ്മൾ അനുഭവിക്കുന്നത്. മാത്രമല്ല മണിനാഥത്ത് ശരിക്കും ഓംകാരധ്വനി തന്നെയാണ്. മണിനാഥം എന്ന് പറഞ്ഞാൽ അത് പതുക്കെ ഒരു നാദം, അത് ലയിച്ച് ആ പ്രപഞ്ചത്തിൽ ഇല്ലാതാകുകയാണ്. ഒരു നാദം ഉണ്ടായി ഒരു ആരോഹണത്തിൽ വന്നിട്ട് ലയിച്ച പ്രപഞ്ചത്തിലേക്ക് ഇല്ലാതാകുകയാണ്. ഒരു ഓംകാരത്തിൻ്റെ ഒരു രൂപം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു മണിനാഥ ശബ്ദം നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് കാല് വയ്ക്കുമ്പോൾ കേൾക്കുന്നുണ്ടെങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹമുള്ളവരാണ്. ഞാൻ പലപ്പോഴും ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ അങ്ങനെ മണിനാഥം കേൾക്കാറുണ്ട്. അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുകയാണ്. നമ്മളങ്ങോട്ട് കാലെടുത്ത് വെക്കുമ്പോഴായിരിക്കും മണിനാഥം കേൾക്കുന്നത്. അത് ഈ കഴിഞ്ഞ പ്രാവശ്യം ചക്കളത്താവില്ല, മാരണത്വ അമ്പലത്തിൽ പോയപ്പോഴും അങ്ങനത്തെ ചില അനുഭവങ്ങളുണ്ടായി. അപ്പോൾ ആ ദേവതയുടെ പ്രീതി നമ്മൾക്കുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ലക്ഷണം. ഈ ശംഖനാദം കേൾക്കുന്നതും നല്ലതാണ്. അവിടെയും അതും ആ ഒരു ശബ്ദത്തിൻ്റെ ആരോഹണം, ശബ്ദം താഴ്ന്ന ഒരു സ്ഥലത്തിൽ നിന്ന് വന്ന് ആരോഹണത്തിൽ നിന്ന് വന്ന് ക്രമേണ അത് പ്രപഞ്ചത്തിലേക്ക് ലയിച്ച് അത് ശംഖനാദം ആ ഒരു നാദത്തിൻ്റെ ആ ഒരു നാദത്തിനും പ്രത്യേകതയുണ്ട്. അപ്പോൾ ശംഖനാദം കേൾക്കുന്നു, അത് ഈശ്വര സന്നിധിയിൽ വെച്ച് നമ്മൾ ഒന്നുകിൽ ദേവൻ്റെ മുന്നിൽ ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ ക്ഷേത്രത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോഴോ അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു സമയം മാറാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ദൈവാധീനം കൂടുതലായിട്ട് ഉണ്ടായി തുടങ്ങുന്നു, അല്ലെങ്കിൽ ദേവത നിങ്ങളെ അറിയുന്നു എന്നുള്ളൊരു സൂചനയാണ്. ഒരു സംശയവും വേണ്ട. അതുപോലെ തന്നെ പ്രധാനമായിട്ടും ഇപ്പം നമ്മൾ ക്ഷേത്രത്തിൽ പോയിട്ട് ദർശനം കഴിഞ്ഞ് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുമ്പോഴോ ആരെങ്കിലും നമ്മുടെ മുന്നിൽ വന്നൊന്ന് കൈ നീട്ടുക. അപ്പോൾ ഈ ജെനുവിനായിട്ടുള്ള എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് ആളുകൾ വന്ന് കൈ നീട്ടും, അതിൻ്റെ കാര്യമല്ല പറഞ്ഞു. നമുക്ക് തോന്നുന്നു സത്യസന്ധമായിട്ട് ഒരാൾക്ക് നമ്മളൊരു ദാനം കൊടുക്കാൻ അർഹതയുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ ജീവിതം അത് മാറാൻ പോകുന്നു എന്നുള്ളൊരു സൂചനയാണ്. കാരണം ആ ക്ഷേത്രത്തിൽ ആ ദേവൻ അല്ലെ ദേവി നമുക്കൊരവസരം ഉണ്ടാക്കി തരുവാണ്. നമ്മുടെ കർമാസ് ന്യൂട്രലൈസ് ആവാൻ, കർമാസ് കുറയാൻ വേണ്ടി ഒരു ചെറിയ ദാനത്തിനുള്ള അവസരം ഉണ്ടാക്കി തരികയാണ്. ജെനുവിനായിട്ടുള്ള വ്യക്തിയാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൈ നീട്ടുന്ന ഒരുപാട് കപടമുഖങ്ങളുണ്ട്. അവർക്കൊന്നും പൈസ കൊടുത്താൽ ഒരു കാര്യമില്ല. നമുക്ക് തോന്നുന്നതാണ്
അപ്പോൾ അവർക്കൊന്നുമില്ല കണ്ണ് കാണത്തില്ല, അല്ലെങ്കിൽ നടക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അവർക്ക് അവസ്ഥ മോശമാണ്, ജെനുവിനാണെന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെയുള്ള ഒരാൾ നമ്മുടെ മുന്നിൽ കൈനീട്ടുകയാണെങ്കിൽ നമ്മുടെ ഉള്ള പോലെ നമ്മൾ കൊടുത്താൽ അത് നമ്മളുടെ മാറ്റത്തിനുള്ള ഒരു സമയം തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട. കാരണം ആ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് ആ ദേവത നമ്മളുടെ കർമാസ് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി, നമ്മളുടെ കർമ്മദോഷങ്ങൾ മാറ്റാൻ വേണ്ടി നമുക്കൊരവസരം ഉണ്ടാക്കി തരികയാണ്. അത് ജീവിതം മാറാൻ പോകുന്നു എന്നുള്ള സൂചന തന്നെയാണ്, നമ്മളിലൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നു എന്ന സൂചന തന്നെയാണ്. കാരണം ഞാനിത് പറയാൻ കാര്യം, ഞാനൊരിക്കൽ കൃഷ്ണൻ്റെ ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച തൊഴുതിറങ്ങുമ്പോൾ സത്യം പറഞ്ഞാൽ അന്ന് എൻ്റെ അവസ്ഥ വളരെ മോശമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നൊരു സമയം. അപ്പോഴത്തേനും എൻ്റെ ദൈവാധീനത്തിന് ഒരു 10, 50, 100 രൂപ കയ്യിലുണ്ട്. മിക്കവാറും ചിലപ്പം കാണണമെന്നില്ല. ആ ഒരു സമയത്ത് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ഞാൻ അമ്പലത്തിൽ തൊഴുതിട്ട് ഇറങ്ങുമ്പോൾ ഒരാൾ എൻ്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, ഇച്ചിരി ഭക്ഷണം മേടിച്ചു തരാമെന്ന് ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹം മദ്യപിച്ചിട്ടുണ്ട് നല്ലതായിട്ട്. അതുകൊണ്ട് തന്നെ ആദ്യം എനിക്ക് ഇദ്ദേഹത്തോട് ഒരു ഇത് തോന്നി. പിന്നെ മറ്റൊന്നുമല്ല, ഇദ്ദേഹം ഇനിയും ജെനുവിനാണോ, അതുമല്ലേ മദ്യപിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇത് പൈസ മേടിച്ച് മദ്യപിക്കാനാണോ എന്നൊക്കെ എൻ്റെ മനസ്സിൽ തോന്നിയെങ്കിലും പിന്നെ ഇദ്ദേഹത്തിൻ്റെ വീണ്ടും എന്നോട് പറഞ്ഞ്, എന്നാൽ നിങ്ങൾ എനിക്ക് മേടിച്ച് തന്നാൽ മതി ഭക്ഷണം, പൈസ തരണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ജെനുവിനാണ്. അപ്പം ഞാൻ അടുത്തുള്ളൊരു കടയിൽ പോയി ദോശയാണ് ഞാൻ ഇന്നും ഓർക്കണം. ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടെന്ന സംഭവം. ദോശ, അത് 2, 3 ദോശ കഴിച്ചുള്ളൂ അദ്ദേഹം, സാമ്പാറും ഒക്കെ കൂട്ടി. ഞാൻ പറഞ്ഞു, ചേട്ടാ ആവശ്യത്തിന് കഴിച്ചു. ഇപ്പം ഞാൻ ആഹാരം കഴിക്കുന്ന പോലെ തന്നെയാണ് ചേട്ടനും ആവശ്യത്തിന് കഴിച്ചു, അതിൻ്റെ അകത്തൊന്നും മടി വിചാരിക്കേണ്ട. എനിക്ക് ആ കടക്കാരനെ അറിയാവുന്ന, പൈസ ഇല്ലെങ്കിൽ ഞാൻ പറ്റു പറയും, അത് വേറെ കാര്യം. ചേട്ടൻ കഴിച്ചു, അതിനകത്ത് യാതൊരു മടിയും വിചാരിക്കേണ്ട ആഹാരം കഴിക്കുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ എന്ത് കഴിക്കുന്നോ അതുപോലെ തന്നെ കഴിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം 2, 3 ദോശ കഴിച്ചു, ഒരു ചായയും കുടിച്ചു. പുള്ളി പറഞ്ഞു മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ. എന്നിട്ട് ഞാൻ 50 രൂപ പോക്കറ്റിലോട്ട് പോകും. അപ്പോൾ അത് കഴിഞ്ഞ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. മാത്രമല്ല എനിക്ക് ഉള്ളിലൊരു വല്ലാത്ത സന്തോഷം. ഞാൻ പോയി ഫുഡ് കഴിച്ചില്ല, മറ്റൊന്നും കൊണ്ടല്ല, എൻ്റെ വയറങ്ങ് നിറഞ്ഞു. പുള്ളി കഴിക്കുന്ന കണ്ടപ്പോൾ എൻ്റെ വയറങ്ങ് നിറഞ്ഞു. അത് ഞാൻ കഴിച്ചാൽ എനിക്ക് അത്രയും സന്തോഷം വരത്തില്ല. ഇതൊക്കെ ജീവിതത്തിൽ ഈശ്വരൻ തരുന്ന ഒരു അനുഭവങ്ങൾ. എന്തിനാണെന്നറിയോ? നമ്മളുടെ ചില കർമ്മദോഷങ്ങൾ മാറാൻ വേണ്ടി. അത് ചില അവസരങ്ങളാണ്. പക്ഷെ ജെനുവിനായിട്ടുള്ള ആളുകളായിരിക്കണം. ഇപ്പോൾ ഒരുപാട് തട്ടിപ്പുകാരും വെട്ടിപ്പുകാരും ഉണ്ട് ഇങ്ങനെ കൈ നീട്ടിക്കൊണ്ട് നടത്തുന്നത്. അവർക്കൊന്നും കൊടുക്കരുത്. നല്ല നമുക്ക് തോന്നണം അയാൾ അവർക്ക് സത്യസന്ധമായിട്ടാണ്, ഒരു ജെനുവിനായിട്ടുള്ള ഒരു ആളാണെന്ന് തോന്നിയാൽ മാത്രം ചെയ്യുക. നമ്മുടെ ഉള്ള പോലെ ചെയ്താൽ മതി. ഇതൊരു ഭഗവാൻ തരുന്നൊരു അവസരമാണ്. അത് മനസ്സിലാക്കി നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ കയ്യിലുള്ള പോലെ മതി. നിങ്ങൾക്ക് വണ്ടിക്കൂലി ഇല്ലാതെ കൊടുക്കുക ഒന്നും ചെയ്യരുത്. അത് അങ്ങനെ ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞു. അവനവനെക്കൊണ്ട് പറ്റുന്ന പോലെ ജെനുവിനായിട്ടുള്ള ആളുകൾക്ക്, ഒരാൾക്ക് പറ്റുന്ന പോലെ ചെയ്യുക. അതൊരു ജീവിതം. ക്ഷേത്രത്തിൽ വെച്ച് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നില്ല. ക്ഷേത്രത്തിൽ വെളിയിറങ്ങുമ്പോൾ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത് ആ ദേവത നമുക്ക് തരുന്ന ഒരു സൂചനയാണ്. ഇന്ന കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം മാറാൻ തരുന്ന ഒരു അവസരമാണ് കേട്ടോ. ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ. അല്ല ചുമ്മാ കുറേ പൊട്ടത്തരങ്ങൾ പറയുന്ന അല്ല ലക്ഷണങ്ങൾ. ജീവിതം മാറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. ഈ ലക്ഷണങ്ങൾ ജീവിതം മാറ്റിയിരിക്കും, മാറിയിട്ടുണ്ട്. അതാണ് ഈ പറഞ്ഞത് കേട്ടോ. അതുകൊണ്ട് മുഴുവൻ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മളൊരു ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ട് ഇറങ്ങിക്കഴിയുമ്പോഴോ ഒക്കെ ചിലപ്പം ആരെങ്കിലും നമ്മളോട് പറയുക, നമുക്ക് ഇന്ന ക്ഷേത്രത്തിൽ കൂടെ പോകണം, നന്നായിരിക്കും എന്നൊക്കെ അവിടുന്ന് പ്ലാൻ ചെയ്യുക എന്ന് വിചാരിച്ചു. അതും ഒരു ജീവിതം മാറാനുള്ളൊരു സൂചനയാണ്. കാരണം ചിലപ്പോൾ ഈ ക്ഷേത്രം കൊണ്ട് തന്നെ നമ്മുടെ കർമ്മദോഷം തീരത്തില്ല. അപ്പോൾ ആ ദേവത ചിലപ്പോൾ നമുക്ക് പരിചയമുള്ള നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളായിരിക്കും, നമുക്കിനി ഇന്ന ക്ഷേത്രത്തിൽ കൂടെ പോകണം, ഇത് പറയിപ്പിക്കുന്നതാണ്. കാരണം ആ ക്ഷേത്രത്തിൽ കൂടെ പോകുമ്പോഴേ നമ്മുടെ ആ കർമ്മദോഷം ശരിക്കും മാറത്തുള്ളൂ. അതൊരു സൂചനയാണ്. അപ്പം നമ്മൾ അങ്ങനെ ഉള്ള നല്ല ക്ഷേത്രങ്ങളിൽ കൂടെ പോവുക, ജീവിതത്തിൽ മാറ്റം വരും, ഒരു സംശയം വേണ്ട. ഇതൊക്കെയാണ് കൃത്യമായ ലക്ഷണങ്ങൾ ദേവത കാണിച്ചു തരുന്നത്. പറഞ്ഞാൽ മനസ്സിലായി? ഇതൊക്കെയാണ് ദേവതകൾ കാണിച്ചു തരുന്ന കൃത്യമായ ലക്ഷണങ്ങളാണ്. അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ തോന്നും, ഒരു ക്ഷേത്ര ദർശനമൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ചിലപ്പോൾ അച്ഛന് അമ്മയൊക്കെ ഒന്ന് പോയി കാണണം, അല്ലെ അവർക്ക് എന്തെങ്കിലും ഒരു വാങ്ങിച്ചു കൊടുക്കണം, അല്ലെ അവരോട് ഇച്ചിരി നേരം ഇരുന്ന് സംസാരിക്കണം, അല്ലെ അവരോടൊപ്പം ഭക്ഷണം കഴിക്കണം എന്നൊക്കെ തന്നെ ഉള്ളിൽ നിന്ന് തോന്നും. അച്ഛനും അമ്മയായിട്ട് അകന്ന് കഴിയുന്നവർക്ക് ഉള്ളിൽ നിന്ന് തോന്നും. ഒരു ക്ഷേത്ര ദർശനം കഴിയുമ്പോൾ ചിലപ്പോൾ ഒന്നും നോക്കരുത്, ആ മനസ്സിൽ തോന്നി എന്താണോ അത് ചെയ്യുക. അത് ദൈവം തോന്നിക്കുന്നതാണ്. നിങ്ങളുടെ അച്ഛനോടും അമ്മയോടുള്ള കടമുണ്ട്. ആ കടം ഒരുപാടായി കഴിയുമ്പം കുറച്ചെങ്കിലും വീട്ടുണ്ട്. അതിന് ഈശ്വരൻ, ആ ദേവത തോന്നിക്കുന്ന, അപ്പോഴേ നിങ്ങൾക്ക് മാറ്റം വരത്തുള്ളൂ. അത് ഉള്ളിൽ നിന്ന് തോന്നണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ തോന്നിയാൽ പിന്നെ നമ്മൾ അമാന്തിക്കരുത്. നമ്മൾ പറ്റുവാണെങ്കിൽ ചെയ്തേക്കണം പല കാര്യങ്ങളും, പിന്നത്തേക്ക് വെക്കരുത്. പിന്നെ
ചിലപ്പോൾ നമ്മൾ ക്ഷേത്രദർശനമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ നമുക്ക് തോന്നും, ഇപ്പോൾ ഈ ക്ഷേത്രദർശനം ഏത് ക്ഷേത്രവും, ശിവക്ഷേത്രം തന്നെയല്ല, ഏത് ക്ഷേത്രത്തിൻ്റെ കാര്യം പറയുന്നത് കേട്ടോ, ഏത് ക്ഷേത്രമായിക്കോട്ടെ, ക്ഷേത്രദർശനം ഈ പറഞ്ഞ കാര്യങ്ങളല്ല. അപ്പോൾ ക്ഷേത്രദർശനം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വരിക, ചിലപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ ചെറിയ കിളികൾ വരിക, ചെറിയ കിളികൾ, അപ്പം ഇങ്ങനെ കിളികൾ വരും. അപ്പം നമുക്ക് പറ്റുമെങ്കിൽ അതിന് ബിസ്ക്കറ്റോ എന്തെങ്കിലും ചിലതൊക്കെ ഇട്ട് കൊടുക്കുക. ഇതൊക്കെ നമ്മുടെ ജീവിതമായിട്ട് ബന്ധമുണ്ട്. എന്നാണെന്നറിയോ, ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ ചെറിയൊരു കുഞ്ഞു കിളി വരും മിക്കവാറും. അപ്പോൾ നമ്മൾ ഇച്ചിരി ബിസ്ക്കറ്റ് മേടിച്ച് വെച്ചിട്ടുണ്ട്, അതിന് ഇച്ചിരി ഇട്ട് കൊടുക്കും. അതിന് മതി, ഇത്രയും മതി. അതുകൊണ്ട് എവിടുന്നോ വരുന്നു, എവിടുന്നോ വന്ന് എങ്ങോട്ടോ പോകുന്നു, കുഞ്ഞു കിളിയാണ്, ഇത്രയും കാണത്തുള്ളൂ, കുഞ്ഞു കിളി. അപ്പോൾ ഇത് നമ്മളെ കണ്ടില്ലെങ്കിൽ ആ സമയമാകുമ്പോൾ ഇതൊരു പ്രത്യേക രീതിയിൽ കരയും. അപ്പം നമുക്കത് അറിയാം. ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ ഇരിക്കുമ്പോൾ ഇതുപോലെ ഇതിൻ്റെ ശബ്ദം കേട്ട് ഞാൻ പിന്നെ ഇച്ചിരി ബിസ്ക്കറ്റ് എടുത്തിട്ട് കൊടുത്തു, ഇപ്പം മതി, അത് പോയി. എല്ലാ ദിവസവും അത് ഒന്നുകിൽ രാവിലെ ഒരു സമയമുണ്ട് ഇതിന്, അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞൊരു സമയമുണ്ട്. ഇത് രണ്ടിലേതെങ്കിലും ഒരു സമയത്ത് വരും. ചില ദിവസം 2 സമയങ്ങളിൽ വരും, മിക്കവാറും കാണാറുണ്ട്. എന്നാൽ ചില ദിവസങ്ങളിൽ ചിലപ്പോൾ വരാറുമില്ല. അപ്പോഴേ ഇങ്ങനെ വരുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പക്ഷിമൃഗാദികൾക്ക് ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ അത് ദൈവാധീനം ഉണ്ടാകാൻ ഏറ്റവും നല്ലതാണ്. നമ്മുടെ കർമ്മദോഷങ്ങൾ മാറിക്കിട്ടും. അപ്പോൾ ഈ പ്രകൃതിയിൽ നിന്ന് ഇതുപോലെ ചില കാര്യങ്ങൾ ഇങ്ങോട്ട് വരുന്നത്, ആ പ്രകൃതി തന്നെ, ആ ഈശ്വരൻ തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ കർമ്മദോഷങ്ങൾ മാറാൻ വേണ്ടി അവസരം ഉണ്ടാക്കി തരികയാണ്. അപ്പം നമ്മളെ പറ്റുന്ന പോലെ ചെയ്യുക, പക്ഷിമൃഗാദികൾക്കും ഒക്കെ പറ്റുന്ന പോലെ ചെയ്യുക. അത് നമ്മുടെ കർമ്മദോഷം മാറും, ജീവിതം മാറാനുള്ള ചില സൂചനകളാണ്. പറഞ്ഞ് മനസ്സിലായില്ലേ? അത് പ്രകൃതി എന്ന് പറഞ്ഞാൽ ഈശ്വരൻ തന്നെയാണ്. ആ പ്രകൃതി നമ്മളിൽ മാറ്റം ഉണ്ടാകാൻ സമയമായി. അതിന് പ്രകൃതി ഒരുക്കി തരുന്ന ചില അവസരങ്ങളാണ് ഇത്തരം കാര്യങ്ങൾ. പിന്നെ ചിലരുണ്ട്, ഇപ്പോൾ ക്ഷേത്രദർശനമൊക്കെ കഴിഞ്ഞ് ഒക്കെ വന്ന് കുറേ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇവർക്ക് തോന്നും, ഇപ്പോൾ ക്ഷേത്രത്തിൽ പോകുന്നു, ക്ഷേത്രത്തിൽ ഇരുന്ന് ചിലപ്പം പുണ്യ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുക, അല്ലെ ക്ഷേത്രത്തിൽ അന്നദാനത്തിന് കൂടുക, അല്ലെ ക്ഷേത്രത്തിൽ ഇരുന്ന് നാമം ചൊല്ലുക. ഇതൊക്കെ കഴിയുമ്പോൾ ഇവരുടെ മനസ്സിൽ ചില മാറ്റങ്ങൾ തോന്നും. ഇവർക്ക് തോന്നും, ഇപ്പം വീട്ടിൽ ചെടികൾ വെച്ച് പിടിപ്പിക്കുക, ചെടികൾക്ക് വൃക്ഷങ്ങൾക്ക് വെള്ളം ഒഴിക്കുക, ചെടികൾ പരിപാലിക്കുക, ഇതൊക്കെ മനസ്സിൽ തോന്നും. ഇതൊക്കെ ആ ഒരു പ്രകൃതി ഒരുക്കി തരുന്ന അവസരങ്ങളാണ്. നമ്മുടെ കർമ്മങ്ങൾ ന്യൂട്രലൈസ് ആവാൻ, നമ്മളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകാൻ, നമ്മുടെ ആ പാപങ്ങളൊക്കെ തീരാൻ നമുക്ക് ഇങ്ങനെ ചില കാര്യങ്ങൾ പ്രകൃതി, ഇപ്പം നമ്മളിപ്പം ചെടികൾക്ക് വെള്ളം ഒഴിക്കുന്നു, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പം അതൊരു പുണ്യപ്രവൃത്തി തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പോൾ അത് ഒക്കെ ഒരു ലക്ഷണമാണ് ജീവിതം മാറാൻ പോകുന്നു. അതുവരെ ചെയ്യാത്ത ചില കാര്യങ്ങൾ ചെയ്യാൻ തോന്നുക, സഹജീവികളോട് ഒരു സ്നേഹം, പക്ഷിമൃഗാദികളോട്, സഹജീവികളോട്, അതുപോലെ വൃക്ഷലതാദികളോട്, പ്രകൃതിയോടൊക്കെ ഒരു സ്നേഹം തോന്നുക. അതിൻ്റെ അർത്ഥം നമ്മൾ മാറാൻ തുടങ്ങിയിരിക്കുന്നു, നമ്മളിൽ ഈ ദൈവാധീനം ഉണ്ടാകാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള ചില സൂചനകൾ തന്നെയാണ്. ഇതൊക്കെ ചിലപ്പോൾ ചില ക്ഷേത്ര ദർശനങ്ങളോ അല്ലെ ചില പുണ്യപ്രവർത്തികളോ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വരുന്ന മാറ്റങ്ങളാണ്, അല്ലാതെ ഇതൊന്നും തോന്നത്തില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രയോജനപ്പെടുത്തുക, അവനെ കൊണ്ട് പറ്റുന്ന പോലെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ജീവിതത്തിൽ ചില സൂചനകളാണ്. ഞാൻ പറയുന്നത് ഒരുപാട് അനുഭവങ്ങളുടെ അടിസ്ഥാനത്താണ് ഈ പറയുന്നത്. ഇനിയും ചില സ്വപ്നങ്ങളും സൂചനയാണ്. എല്ലാ സ്വപ്നങ്ങളും സൂചനയല്ല, ചില സ്വപ്നങ്ങൾ. ഇപ്പം രാത്രി 2 മണിക്കും, രാത്രി എന്ന് പറയാൻ പറ്റത്തില്ല, വെളുപ്പിനെ 2 മണിക്കും 3 മണിക്കും ഇടയിൽ കാണുന്ന ചില സ്വപ്നങ്ങൾ, കൃഷ്ണനെ കാണുക, അല്ലെങ്കിൽ ശിവഭഗവാനെ മിക്കവാറും സ്വപ്നമായിട്ട് കാണാറില്ല, ചിലപ്പോൾ കാണാറുണ്ട്, ചിലപ്പോൾ ശിവലിംഗം കാണാറുണ്ട്. ഞാനൊക്കെ കാണുന്നത് ശിവലിംഗം കാണാറുണ്ട്, അല്ലെങ്കിൽ ഭഗവാന്റെ ആ ഒരു ചില അരുളപ്പാടുകൾ, അല്ലെങ്കിൽ ഭഗവാനെ ശിവലിംഗം കാണാറുണ്ട്. അപ്പം അങ്ങനെ ചില സ്വപ്നങ്ങളെ, കൃഷ്ണനെ കാണുക, ദേവിയെ കാണുക, അല്ലെ ക്ഷേത്രങ്ങൾ കാണുക, അല്ലെ പ്രകൃതിയെ കാണുക, ഇങ്ങനെ ചില സ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ വരുന്നു തന്നെയാണ്. അത് വെളുപ്പിനെ 2 മണിക്കും 3 മണിക്കും ഇടയ്ക്ക് ഒക്കെയാണ് അതിൻ്റെ ഒരു സമയമെന്ന് പറയുന്നത്. ആ സമയത്താണ് നമ്മുടെ ആ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഒരു പ്രത്യേക സമയമാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മളിങ്ങനെ ചിലപ്പോൾ ചില ഗുരുക്കന്മാരെ സ്വപ്നം കാണുക, ക്ഷേത്രങ്ങൾ, പിന്നെ ദേവതകൾ, ഈശ്വരന്മാർ, ദേവിയെ, ഇതൊക്കെ കാണുക എന്നുവെച്ചാൽ ഒരു മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നുള്ള ഒരു സമയത്തിൻ്റെ സൂചന തന്നെയാണ് ഈ സമയത്ത്. എന്ന് കരുതി ചുമ്മാ ഇരിക്കുമ്പോൾ നിങ്ങൾ ഓരോന്ന് ആലോചിച്ച് കൂട്ടി അതിൻ്റെ ഒരു ലോജിക്കില്ലാത്ത കാര്യങ്ങളുടെ പുറകെ പോകരുത്. നമ്മളൊരു സ്വപ്നം കണ്ടാൽ, ഒരു സമയമാറ്റം, ഇതുപോലെ ദേവതയെ കണ്ടാൽ, പിന്നെ നമ്മൾ അത് വിടുക, അതേക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. അത് ചിന്തിച്ചുകൊണ്ടിരുന്നാലും കുഴപ്പമാണ്. സ്വപ്നം കണ്ടു വിട്ടു, ഓരോന്നും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. നമ്മളിപ്പോൾ ഒരു ഈശ്വരാധീനത്തിനുള്ളൊരു സൂചന കണ്ടു, നമുക്ക് മനസ്സിലായി, അത് വിടുക, പിന്നെ നമ്മൾ പ്രവർത്തിക്കുക.
അപ്പം പുതിയ പുതിയ മാറ്റങ്ങൾ വന്നോളൂ. പറഞ്ഞ് മനസ്സിലായല്ലോ. അപ്പം ചിലർ ഈ സ്വപ്നങ്ങളുടെ പുറകെ പോകുന്ന ആളുകളുണ്ട്. ഞാൻ അതിന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്നവരൊക്കെ പറയും അങ്ങനെ പോകരുത്. ഞാൻ എപ്പോൾ വീഡിയോ പറഞ്ഞാലും അത് പറയാറുണ്ട്, ആരോട് പറഞ്ഞാലും പറയാറുണ്ട്. നമ്മൾ സ്വപ്നം കണ്ടു, അത് നമ്മൾ മനസ്സിലായി, ഇപ്പം നല്ല സ്വപ്നമാണ് അല്ലെങ്കിൽ നല്ലതല്ലാത്ത സ്വപ്നമാണ് കണ്ടു, നമുക്ക് മനസ്സിലായി, നമ്മളത് വിട്ടു. ഇപ്പോൾ ഒരു മാറ്റത്തിനുള്ള നല്ലൊരു സൂചനയാണ്. ശരി, ഈശ്വരനെ കണ്ടു, നല്ലതാണ്, എനിക്ക് നല്ലത് വരാൻ പോകുന്നെന്ന് എനിക്ക് മനസ്സിലായി, അത് വിട്ടേക്കോ. പിന്നെ അതിൻ്റെ പുറകെ പോകരുത്. അങ്ങനെ ഒരു സ്ഥലമുണ്ടോ, അങ്ങനെ ഒരു ക്ഷേത്രമുണ്ടോ, ഞാനെന്തോ വലിയ സംഭവം, ഇങ്ങനൊന്നും പോകരുത്. അതൊക്കെ ഇല്യൂഷൻസ്, അതിൻ്റെ പുറകെ പോകരുത്. കണ്ടു വിട്ടു. പിന്നെ നമ്മൾ കൂടുതൽ ഈശ്വരാധീനത്തിന് വേണ്ടി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, വഴിപാട് ചെയ്യുക, നമ്മുടെ ജോലി പ്രവൃത്തി ചെയ്യുക, നമ്മുടെ ജെനുവിനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഈ സ്വപ്നങ്ങളും ചില സൂചനകൾ, എല്ലാ സ്വപ്നങ്ങളും സൂചനകളല്ല. ചിലപ്പോൾ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ് പലപ്പോഴും സ്വപ്നം കാണുന്നത്. ചിലപ്പോൾ നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരു കാഴ്ച കണ്ടാൽ അത് ചിലപ്പോൾ സ്വപ്നത്തെ നമുക്ക് വേറെ കാഴ്ചകളായിട്ടാണ് വരുന്നത്. അങ്ങനെ അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനകത്തൊന്നും വലിയ കാര്യമില്ല. 99% സ്വപ്നങ്ങൾക്കകത്ത് ഒരു കാര്യമില്ല. 1% നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ചില സൂചനകളെ കാണിക്കുക. അങ്ങനെയുള്ള സ്വപ്നം അത് 1% ഉള്ളൂ. അത് നമ്മൾ കണ്ടു മനസ്സിലാക്കി അതിന് ഈശ്വരനോട് എനിക്കൊരു മാറ്റം വരുത്തണമെന്ന് പ്രാർത്ഥിക്കുക. പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക, പ്രവർത്തിക്കുക, അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ എന്ത് പറഞ്ഞാലും അത് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്, സത്യസന്ധമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്, നല്ല കാര്യങ്ങളാണ്. അപ്പം ഏതും മനസ്സിലാക്കേണ്ട രീതി മനസ്സിലാക്കി മുന്നോട്ട് പോവുക, അത്രയേ ഉള്ളൂ. പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ഈശ്വരാധീനത്തിനുള്ള ചില സൂചനകൾ, നമുക്ക് ഉണ്ടാകുന്ന ചില സൂചനകളാണ്. അപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ഈശ്വരൻ തന്ന കഴിവ് പ്രയോജനപ്പെടുന്ന ഏറ്റവും വലിയ ജീവിതത്തിലെ പാപം എന്നാണെന്ന് പറയുക, വെറുതെ ഇരിക്കുക എന്നുള്ളതാണ്. ജോലി ചെയ്യാൻ ആരോഗ്യം ഉണ്ടായിട്ടും കഴിവുണ്ടായിട്ടും വെറുതെ ഇരിക്കുക എന്നുള്ള ഏറ്റവും വലിയ പാപം, നിഷ്ക്രിയതയാണ് ഏറ്റവും വലിയ പാപം. നമ്മൾ ഈശ്വരനെ വിളിക്കണം, അതിനൊരു സമയമുണ്ട്. ആ സമയത്ത് വിളിക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ ഒരുപാട് എപ്പോഴും അതേക്കുറിച്ച് ചിന്തിക്കുകയൊന്നും ചെയ്യരുത്. പ്രാർത്ഥിക്കേണ്ട സമയത്ത് നന്നായിട്ട് പ്രാർത്ഥിക്കുക. അത് രാവിലെയും വൈകിട്ടും ഉള്ള സമയങ്ങൾ, അല്ലെ ചെറിയ ഇടയ്ക്കിടയ്ക്കാണേലും നമ്മൾ ജസ്റ്റ് ഒന്ന് വിളിച്ചു. പിന്നെ നമ്മുടെ ജോലി എന്നുള്ളത് ജോലിയും ഈശ്വരനാണ്. നമ്മുടെ പ്രവൃത്തി നമുക്ക് തന്ന കഴിവുകൾ പ്രയോജനപ്പെടുത്തണം. ഇപ്പം ഞാൻ ഒരു ശിവവിദ്യ ചെയ്യുന്നത് വിചാരിച്ചു, അത് എപ്പോഴും ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ അനുഭവം ഉണ്ടാകത്തുള്ളൂ. നമ്മൾ ഏത് കാര്യം, ഇപ്പം നിങ്ങളുടെ തൊഴിലാണേലും നിങ്ങൾ ചെയ്യുമ്പോഴാണ്, നിങ്ങൾ ആത്മാർത്ഥത്തോടെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ശരിക്കും ദൈവാധീനം ഉണ്ടാകുന്നത്. തൊഴിലും ഈശ്വരൻ തന്നെയാണ്. അതിനോടൊരു നീതി പുലർത്തണം. പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കണം. അല്ലാതെ ആവശ്യമില്ലാത്ത ചിന്തകളുടെ പുറകെയും ഇല്യൂഷൻസിൻ്റെ പുറകെയും ഒന്നും പോകരുത് കേട്ടോ. നമ്മുടെ വീഡിയോയിലെല്ലാം ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ്. നല്ല റിയലൈസ് ആയിട്ടുള്ള യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങളുടെ ജെനുവിനായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക, ചെയ്യുക, നമ്മൾ പ്രവർത്തിക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അതാണ് ജീവിതം മാറ്റുന്നത്. ഈശ്വരൻ നമ്മുടെ ഈ ദേവാലയത്തിൽ പോയി തൊഴുന്നു, അതോടൊപ്പം നമ്മുടെ ഉള്ളിലുമുണ്ട്. ഈശ്വരൻ നമ്മുടെ പ്രവൃത്തിയാണ്. നല്ല പ്രവൃത്തികൾ ചെയ്താൽ തന്നെ അത് ഏറ്റവും വലിയ പ്രാർത്ഥനയാണ്. ഇപ്പോൾ ആശുപത്രി കിടക്കുന്ന ഒരാളെ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായിക്കുക. എന്നുവെച്ചാൽ ആപ്പിളും മുന്തിരിയും മേടിച്ച് കൊടുക്കുകയല്ല, അവന് പണം കൊടുക്കുക. അവൻ വേണേൽ ആപ്പിളും മുന്തിരിയും മേടിച്ചോളൂ. നമ്മളൊരു കയറിത്താമസത്തിന് പോയാൽ ചിലപ്പോൾ കടം കയറി ഒരു പരിവായിട്ടായിരിക്കും ഒരു വീട് വെക്കുന്നത്. ഉടനെ കഥകളിയുടെ പടവും ക്ലോക്കിൻ്റെ പടവും കപ്പ് സോസറും മേടിച്ച് കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത്. ഉള്ള പൈസ കൊടുക്കുക. കാരണം അവനത് വലിയ ഉപകാരമാണ്. ഈ കപ്പ് സോസറൊക്കെ അവിടെ വേണേൽ മേടിച്ചോളും, അല്ല കഥകളിയുടെ പടമൊക്കെ അവന് വേണേൽ അവൻ പോയി മേടിച്ചോളൂ എന്നേ. നമ്മൾ മേടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, അവന് പണം ആവശ്യം. ഇക്കക്കളിയില്ലാതെ കടം കയറിയായിരിക്കും ഒരു വീട്. ഒരു കല്യാണത്തിന് പോയാൽ നമ്മളവർക്ക് ഈ ക്ലോക്കും അല്ലെ വള്ളവും ഒക്കെ ഈ പണിതതും ഒക്കെ മേടിച്ച് അങ്ങനെ കൊടുക്കുകയല്ലോ. ഉള്ള പണം കൊടുക്കുക. അവരൊക്കെ ചിലപ്പം കടം കയറിയായിരിക്കും ഒരു കല്യാണമൊക്കെ നടത്തുന്നത്. പിന്നെ ഒരു കല്യാണത്തിന് പോയാലും മരണത്തിന് പോയാലും നമ്മൾ അവിടെ നിന്ന് മരണത്തിനാണ് പോകുന്നതെങ്കിൽ ഈ ആത്മാവിന് നിത്യശാന്തി നൽകണ ഈശ്വര എന്ന് പ്രാർത്ഥിക്കുക, മനസ്സിൽ പ്രാർത്ഥിക്കുക. കല്യാണത്തിന് പോവുകയാണെങ്കിൽ ഈശ്വര ഈ ദമ്പതികൾക്ക് നല്ലൊരു ജീവിതം നൽകണം എന്ന് പ്രാർത്ഥിക്കുക. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ കല്യാണ സ്ഥലത്ത് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ചോറൂണ് നടക്കുന്നു, നമുക്ക് ആദ്യത്തെ ഈ സൈഡിൽ കൂടെ കയറിയേക്കാം എന്നും പറഞ്ഞാൽ നിൽക്കുന്നത്. അതല്ല, അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അതൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ള നന്മകൾ. ഞാൻ കണ്ടിട്ടുണ്ട് പലരും കല്യാണം താലി കെട്ടുന്ന സമയത്ത് തന്നെ ഈ
ആദ്യം ഏറ്റിന് കയറാൻ വേണ്ടി പമ്മി അതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് കയറിയേക്കാന്ന് പറഞ്ഞ് മനുഷ്യൻ്റെ ചിന്ത അതാണ്. അതല്ല, നമ്മൾ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. പിന്നെ നമ്മൾ ആ ചോറ് പിന്നെ ആഹാരം അതിനൊക്കെ സഹകരിക്കണം. പക്ഷേ നമ്മൾ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ നന്മ. ആ താലി കെട്ടുന്ന മുഹൂർത്തത്തിൽ അതൊരു മുഹൂർത്തമാണ്. അത് ആ മുഹൂർത്തത്തിൽ ഈശ്വരനെ വിളിച്ച് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. ആ ദമ്പതികൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകണേ ഈശ്വര, ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി നൽകണേ എന്നൊന്ന് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട്. കാരണം അത് കഴിഞ്ഞാൽ നമ്മളടുത്ത് പിന്നെ ഭക്ഷണം കഴിക്കാൻ കയറുകയാണ്. കയറി കഴിയുമ്പോൾ നമ്മൾ ആ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ പുണ്യവും ആ ദമ്പതികൾക്ക് കിട്ടും. അതുകൊണ്ടാണ് ഈ വിശേഷപ്പെട്ട കർമ്മങ്ങളിലൊക്കെ അന്നദാനം നടത്തുന്നത്, ചോറൂണും ഒക്കെ ഭക്ഷണങ്ങൾ. കാരണം അത് നടത്തുന്നവർക്ക് അതിൻ്റെ പുണ്യം കിട്ടും. ഇപ്പോൾ ക്ഷേത്രത്തിലാണെങ്കിലും അന്നദാനമുള്ള ക്ഷേത്രങ്ങളുണ്ട്. എന്തിനു വേണ്ടിയാണ്? അതിൻ്റെ പുണ്യം ആ ദേവനാണ് കിട്ടുന്നത്. ആ ദേവന് കിട്ടുമ്പോൾ അവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് അതിൻ്റെ അനുഗ്രഹം കിട്ടും. അന്നദാനം ഏറ്റവും പുണ്യമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് വിശേഷമായ കർമ്മങ്ങൾക്കൊക്കെ അന്നദാനം വെച്ചിരിക്കുന്നത്. പണ്ട് കാലത്ത് ശബരിമലയിൽ പോകുമ്പോൾ ഇങ്ങനെ ആളുകളെ വിളിച്ച് ഭക്ഷണമൊക്കെ കൊടുക്കുമായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല, പോകുന്നതും വരുന്നതൊന്നും അറിയാറില്ല. ചിലപ്പോൾ ഒരു ശരണംവിളി കേട്ടെന്നിരിക്കുക, ചിലപ്പോൾ അതും കേൾക്കത്തില്ല. ചിലപ്പം ആ ചേട്ടന് ശബരിമലയ്ക്ക് പോകും, ഞാൻ പോയിട്ട് വന്നല്ലോ, ഇന്നലെ ആയിരുന്നല്ലോ, ഒന്നും അറിയത്തില്ല. സൈലൻ്റായിട്ട് പോയിട്ട് സൈലൻ്റായിട്ട് വരും. അത് ഇപ്പോഴത്തെ ഒരു രീതി. അങ്ങനെ നല്ല രീതിയിൽ ശരണം വിളിച്ച് പോകുന്നവരുമുണ്ട്. ഇപ്പം അങ്ങനെ ആഹാരമൊന്നും ആരും കൊടുക്കാറുമില്ല. കാരണം ഇപ്പോഴും ആളുകൾക്ക് അറിവുണ്ട്. പക്ഷേ ഇപ്പം പല അറിയുന്ന കാര്യങ്ങളും ആ നന്മയുള്ള കാര്യങ്ങൾ പലതും കുറവാണ്. അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അതുപോലെയുള്ള നല്ല കാര്യങ്ങൾ, നന്മയുള്ള കാര്യങ്ങൾ അറിയുമ്പോഴാണ് ജീവിതത്തിൻ്റെ ഗുണമുണ്ടാകും. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവശിവ.